ഹലോ നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പായസമാണ്. അതിനായി 1 കപ്പ് ചെറുപയർ കുതിർത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ചെറുപയർ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 4-5 വിസിൽ വേവിച്ചെടുക്കുക. ഇനി ചെറുപയർ വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു 3 അച്ച് ശർക്കരയാണ് ഞാനെടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലയിപ്പിച്ചെടുക്കാം. ശർക്കര അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ശർക്കര നല്ലപോലെ അലിഞ്ഞു. വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങി. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കുക്കർ വിസിൽ വന്ന് തുടങ്ങി. ഇനി ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരയിലെ കല്ലെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ശർക്കരയിലെ പൊടി ഇനി വേവിച്ചെടുത്ത ചെറുപയർ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ലയിപ്പിച്ചെടുത്ത ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുക. നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, ഏലക്കാപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് പാല്, ഞാനിവിടെ 1 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പായസത്തിൻ്റെ കട്ടി അനുസരിച്ചിട്ട് പാല് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പശുമ്പാലാണ് ചേർത്തത്. തേങ്ങാപ്പാൽ ചേർക്കുന്നവരുമുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്നതും നല്ലതാണ്. പായസം നന്നായി തിളച്ചതിന് ശേഷം മുന്തിരി, തേങ്ങാക്കൊത്ത് എന്നിവ നെയ്യിൽ വറുത്തെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി പായസമാണ്. അപ്പോൾ ശരി, ബൈ ബൈ.